ഹായ് ഗൈസ്, എൻ്റെ ഗ്ലോബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു പുതിയ കാഴ്ചകളാണ്. അപ്പോൾ ഞങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ അവിടത്തേക്കാണ് പോകുന്നത്. ഓക്കെ, അവിടെ എത്തിക്കാണാം. ഓക്കെ ഓക്കെ, അവിടെ വെച്ച് കാണാം. ബൈ. ഓക്കെ, അപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രാവലിങ് അവിടത്തേക്ക്. അപ്പോൾ എവിടെയാന്ന് എത്തുകയെന്നില്ല, അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് അവിടുന്ന് വീഡിയോ എടുക്കാം. അപ്പോൾ നിങ്ങളെ ഏതാണ് ഞാൻ കാണുന്ന സ്ഥലം അതെല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. പോണ്ടേ ഡ്രൈവർ ആളെല്ലാം ഉണ്ട്. ഓക്കെ, ഡ്രൈവറുണ്ടാ നമ്മൾ സ്ഥലം ആദ്യം പറയണം. ഓക്കെ, അത് കൂട്ടറ, അതിന്റെ ലെങ്ത് കൂട്ടറ വെലിക്ക് ഇതന്നെ സ്ഥലോ. അപ്പോൾ ഞങ്ങൾ കാറിലേക്ക് അപ്പോൾ ദിബയിലേക്ക് പോകുന്ന, ദിബയാണ് ഞങ്ങൾ സെലക്ട് ചെയ്ത സ്ഥലം. അപ്പോൾ അവിടത്തേക്ക് പോകുന്ന ആ റൂട്ടിലേക്ക് ഓക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് വ്യൂ എല്ലാം ഇപ്പോൾ ഞങ്ങൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ വേറൊരു ടീമും കൂടെ ഉണ്ട്. അപ്പോൾ അവർ മുന്നിലാന്നില്ലതാ ആ പോകുന്ന വെള്ളക്കാരനെ. പറ്റിയ സ്ഥലം നമ്മളുടെ ഏത് ഭാഗത്തേക്കോ ശരിക്കും എടുത്തിയത്? നമ്മള് ഫുജൈറ, ഷാർജ റൂട്ട് വരെയാണ്. ദിബയാണ് പോകുന്നുള്ളത്. ഞാൻ കാണിച്ചു തരാം. നീ കാണിക്കണ്ട. ആ തുർക്കിയിൽ കാണുന്ന അതൊരു പള്ളിയെല്ലാം കാണുന്നുണ്ടല്ലേ? ഇപ്പൊ കാണാം. റാസൽ കൈമ റോഡ്. ഇത് റാസൽ കൈമ പള്ളിയാണ്. റാസൽ കൈമ റോഡ് തുർക്കിന്റെ മുകളിൽ പള്ളിയത്. നമ്മളിപ്പോ ഒരു പ്ലാൻ ആക്കിയിട്ടില്ല. അപ്പൊ എന്താ നിങ്ങളെ പ്ലാൻ? എവിടത്തേക്ക് പോകുന്നത്? ഏത് രീതിയിൽ എവിടെയാ പോകുന്നത്? ഇപ്പൊ നമ്മള് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത് നമ്മുടെ ദുബായ് ദിബ ഭാഗത്തേക്കാണ്. നമ്മളിങ്ങനെ ഓടിച്ചോണ്ട് പോവാണ്. അപ്പൊ ഇതിപ്പോ ഒരു മണിക്കൂറാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഓൺ ആൻഡ് ഓഫർ ഉണ്ടാവും അവർക്ക്. നമ്മള് 4 പേര് നമ്മള്
ഈദിന്റെ വെക്കേഷൻ ആണ്. അതിന്റെ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി നമ്മൾ ഇറങ്ങിയാണ്. കോവിഡ് അതുകൊണ്ട് നമ്മൾക്ക് ആൾക്കാരെ കൂടുതലായി ചേർക്കാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പൊ 4 പേരാണ് നമ്മൾ പോകുന്നുണ്ട്. അപ്പൊ എന്റെ കൂടെ ഫൈസി ഉണ്ട്, അതുപോലെ തന്നെ ഇതാ നമ്മളെ ഷഫീർ മെയിൻ താരാണ്, എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഫൈസി. അതുപോലെ തന്നെ ഇതാ മെയിൻ താരം ഷഫീർ. ഷഫീറിനെ കാണാൻ പിന്നെ നമ്മളെ എല്ലാം കൂടി നമ്മളെ എന്നെ ഒരുവിധം എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ആക്കാനുള്ള ഉദ്ദേശം വെക്കുന്ന ഐദർ എന്നാണ് ഞങ്ങൾ വിളിക്കല്. അപ്പൊ ഡ്രൈവറാണ്, നല്ല ഡ്രൈവറാണ്, അടിച്ച് വെട്ടിക്കുന്നുണ്ട്. വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ ഒരു ക്രേസിയാണ്, അടിച്ച് വായിക്കലാണ്. ഓക്കെ ഫൈസി, എന്താ എനിക്ക് പറയാനല്ലേ? പിന്നെ നമ്മ പോകുന്ന ടൂറിനെ പറ്റിട്ട് നമ്മ ഒരു പ്ലാൻ വെച്ചത് ഡിബേറ്റ്. അപ്പൊ പറ. ഉദ്ദേശിച്ചതെല്ലാം ദിബയാണ്. പിന്നെ ഏടെ എത്തുന്നുള്ളതല്ല, ഏടെ എത്തി ആടെ വൈബ് എടുത്തുന്നുള്ളതാണ്. നമ്മൾ എത്തിയെടുത്ത് ഫുൾ ഓൺ ഫുൾ പവർ. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെയാണ് നമ്മ ഒരു ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുപോലെ നോക്കാം, നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, ഇൻഷാ അല്ലാ. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് ആയിട്ട് ഒന്ന് കയറി പുറത്തിറങ്ങിയിട്ടില്ലേ. അപ്പോൾ ഇവിടുന്ന് ഒരു ഗ്രോസറി ഉണ്ട്. അപ്പോൾ ഗ്രോസറിയിൽ നിന്ന് സാധനമെല്ലാം വാങ്ങിച്ചിട്ട് ഞങ്ങൾ പിന്നെയും ട്രാവലിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ദിബ്ബയാണ് പ്ലാന്. അപ്പോൾ എവിടെ എത്തുമെന്ന് അറിയില്ല. ഇപ്പോൾ ദിബ്ബയിൽ എത്താൻ ഇനി ഒരു അരമണിക്കൂറോടെ കൊണ്ട് ഓടണം. അപ്പോൾ ഒരു ചെറിയൊരു സ്ഥലമാണ് ഇവിടെ, അത്തല്ല ഒരു ഏരിയ ആണ്. അപ്പോൾ ഇവിടെ ഗ്രോസറി കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഇത് വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ സാധനം എടുത്തിട്ട് ഇറങ്ങുന്നുണ്ട്. ഓക്കെ. എന്താ വാങ്ങിച്ചിട്ടുണ്ടോ? വെള്ളം ഇതിൽ വാങ്ങിച്ചല്ലേ? അപ്പോൾ എവിടെ പോയപ്പോൾ അപ്പോൾ ഒരു ഇടത്തൊരു ഏരിയ ഇത്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ പിന്നെ ഇവിടുന്ന് ട്രാവലിന് രണ്ടാമത് തുടങ്ങേണ്ട പരിപാടിയാണ്. അപ്പോൾ ഇത് ഒരു ചെറിയ ബിൽഡിങ്ങും കാര്യങ്ങളും, ഒരു മരുഭൂമിൻ്റെ അടുത്തായിട്ടൊരു വല്ലാത്തൊരു ബിൽഡിങ്ങും, അത് വലിയ ബിൽഡിങ്ങെല്ലായിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ വീണ്ടും ഞങ്ങൾ ട്രാവലിംഗ് കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും കയറിയിരുന്നു. അപ്പോൾ ഞാനും കയറിയിരിക്കാൻ പോകുന്നു. ഓക്കെ, ബൈ ബൈ. അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ. അപ്പോൾ ട്രാവലിംഗ് വീണ്ടും കണ്ടിന്യൂസ് ചെയ്യുന്നു. അപ്പോൾ സാധനം വെള്ളമെല്ലാം വാങ്ങിച്ച് ചിപ്സ് എല്ലാം വാങ്ങിച്ചിന് എല്ലാവരും ഷെയർ ചെയ്യുന്ന അങ്ങോട്ട് കൊണ്ട് ടിഷ്യൂ ഇത് കേട്ടോ. ഇന്നൊരു ശീലം വരുന്നില്ല കഴിക്കാൻ. അതാ പ്രശ്നം. ഇത് വാങ്ങിക്കോണേ. ഇത് എടുത്ത് എന്താ ഐഡിയ ഉണ്ടോ? ഐഡിയ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ഇവിടെ ഒരു മൈക്ക് ഉണ്ട് നമ്മളെ കയ്യിൽ. അപ്പൊ മൈക്ക് വെച്ചിട്ട് വണ്ടിയല്ലല്ലോ അതല്ല. അപ്പൊ അത് വെച്ചിട്ട് അങ്ങനെ ഒരു പാട്ടെല്ലാം പാടി ഇങ്ങനെ ഒരു ട്രാവലിംഗ് ഒരു യാത്ര ഒരു രസിക്കാൻ ചിരിച്ച് മണിയറയിൽ മാറൻ നിൽക്കണ നേരത്തെ മുത്തം കവിളത്ത് വേണ്ടെന്ന് വെള്ളിനി കണ്ണ് പൊത്തടനാരാണ്, കണ്ണ് പൊത്തടനാരാണ്. മുത്തേ സത്തേ എന്ന് വിളിക്കും കാലത്ത് രാവ് ഇന്നാണ്. മാറിന്റെ കരുടില് കുളി പകരണ നിക്കായിരാവ് ഇന്നാണ്. അയ്യോ തുടങ്ങി. പിന്നെ വേറെ എന്നാലും സൗണ്ടിട്ടാണ് അതിൻ്റെ അകത്ത് നമുക്കിത് ഈ ഭക്ഷണങ്ങള് നമ്മൾ പാടുമ്പോ ഒരുമിച്ച് എല്ലാത്തിനും. അതാ ഡാൻസ് അറിയില്ല. അതാ
പറ പറ ഡാൻസ് എന്താ അറിയണ്ട അങ്ങ് തുള്ളുവെന്നല്ലാണ്ട് ആ അതാ അതിന് ഒപ്പണാക്കല്ല പറ പാടിവീല കൊണ്ടോണോ ആ. ഞമ്മക്ക് പറയണം അടുക്ക അടുക്ക ആദ്യം ഒപ്പണാക്കല്ല ആദ്യം ഇതാക്ക് ഇതാണ് മാണിക്കമലരായ മാണിക്കമലരായ പൂവി ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി മാണിക്കമലരായ പൂവി മഹദിയാഖദീജ ബീവി മക്ക പുണ്യനാട്ടിൽ വിലസിടും നാരി ആദ്യം ഒരു വർഷത്തോളം എന്ന് ചിട്ടി അടിച്ചാട്ടേ ഒരു അരങ്ങ വണ്ടി നോക്കിയല്ലോ വണ്ടിയാണോ പാട്ട് പാട്ട് വണ്ടി ഉണ്ടോ അതിന്റെ വണ്ടിയാണ് കാണിക്കണം ഒരു മിനിറ്റ് റേഞ്ചർ ഓട്ടോ ഫ്രണ്ട് ഉണ്ടോ 1000 ഒന്നിടെ സ്ഥലം വിട്ടാ പിന്നെ പോയി മോനെ അതിന് മുന്നിൽ വണ്ടി ഇല്ലാലോ ഇല്ല അവിടെ അടുത്താക്കല്ലേ നമ്മളെ സൺമുഖ കാണിക്ക് വണ്ടിയുണ്ട് മുന്നിലുണ്ട് അങ്ങനെ ചേട്ടാ സ്പോർട്സ് ഇങ്ങനെ തന്നെ ഡോർ റൈറ്റ് സൈഡില്ലേ ഡോർ റൈറ്റ് സൈഡ് ഫോട്ടോ സൈഡ് അടച്ചോ നല്ല ഫോൺ അല്ല നല്ല ക്ലെയിം നിങ്ങൾ തന്നെ നേരം ഞാൻ വിളിച്ച കളിക്കല നീ ഇവിടെ ചാർജിന്റെ പ്രശ്നട്ടാ ശരി പിടിച്ചേ നിൽക്കൂല ആടും എന്താ ഞാൻ നോക്കിയതാ സ്റ്റാൻഡ് ഇരിക്കണം കുറേ പണി ടച്ച് ആക്കുമ്പോ ആടെ ചെറ്റാൻ പാടുന്നു നേരാണ് അപ്പൊ ഇവിടെ നൈവ എന്താ സാധനം വേണ്ടി പിടിക്കണയോ ഇല്ല പൊട്ടിക്കയില്ല ഇതല്ല വേണ്ടി അതന്നെ അപ്പുറം കൊടുക്കല ഞാൻ വണ്ടി വീട്ടാ പിന്നെ ഇതേതാ നമ്മളെ തന്നെ കണ്ട ഫ്രണ്ട് കണ്ട ഞാൻ ഇന്റെ തൊല്ല കൊണ്ടുവരാ അവിടെ കുറച്ചും കണ്ട ഞാൻ തന്നെ മറ്റേ പൊട്ടി തൊല്ലിയത് കൊണ്ടാ തൊല്ലിയതല്ല തൊല്ലിയത് ഞാൻ ഇതായിക്കോളും എടുക്കോ ആ പൊടിച്ചത് വേണ്ട പൊടിക്കാതെ ഇതെങ്ങനെയാ തിന്നുവാ റെക്കോർഡിലുണ്ട് തരാ ആ ഇതിന്റെ റെക്കോർഡ് ചെയ്യുന്നത് ഇന്നുണ്ടല്ലോ വേറെ ചെറിയൊരു റെക്കോർഡ് ഞാൻ വന്നിട്ട് അയ്യോ ഓഫായിക്കോ നോക്കാക്കിയേ ഇതൊന്നും വേണ്ട ഇതിലൊന്നില്ല തൊട്ടി മലപ്പുറം വേണം പിന്നെ അടുത്ത ടൂറിന് പോകുമ്പോ
അപ്പത്തേക്കൊന്നും ഇത് വല്ലാത്ത മഴ മല ഉണ്ടല്ലേ ഇവിടെ തന്നെ എടുക്കാം. അപ്പോൾ ഇവിടെ ഒരു ഇടവേള ഒരു സ്ഥലത്ത് എത്തിയിട്ടില്ല. ഇവിടെ 4 സൈഡിലും മലകളാണ്. അപ്പോൾ ഈ മലകളാണ് ഫുള്ളായിട്ട് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ വണ്ടിയുടെ 2 വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ വാഹനങ്ങൾ മാറ്റില്ല, ദൂരെ ഓടുന്ന ഒരു സ്ഥലമാണ് ഇത്. ദൂരമായിട്ട് ഓടുന്ന സ്ഥലമാണ്. അപ്പോൾ ഞാനിവിടെ അടുത്ത നമ്മളെ സഹപ്രവർത്തകരെ ഒന്ന് പരിചയപ്പെടുത്താം. ഓക്കെ, ഇതാ നമ്മളാൾ. ഓക്കെ, ഇത് ഞങ്ങൾ വലിയൊരു ഗ്യാങ്ങായിട്ട് വന്നത് മൊത്തമായിട്ട് 2 വണ്ടിയിൽ. ഓക്കെ, അപ്പോൾ പരിചയം നിങ്ങളെ പേരെന്താ? ഷംസീർ അല്ലേ? റൈസ്. കാണാൻ അതോട് അങ്ങനെ നമ്മൾ ടീമെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ ഫോട്ടോ എടുക്കുന്നത്, സെൽഫി എടുക്കേണ്ട പരിപാടിയാണ്. ഫോട്ടോ അത് ഇതെല്ലാം അവർ എടുക്കുക. അപ്പോൾ ഒരു ദിബയിലെത്തിയിട്ടില്ല. ദിബയിലെത്തുന്നതിന് മുമ്പായിട്ടില്ല കുറേ മലകളിലൊരു സ്ഥലമാണ്. അപ്പം മെയിൻ ഹൈവേ ആണിത് സംഭവം. അപ്പോൾ അപ്പോൾ എൻ്റെ താഴ്ഭാഗമെല്ലാം കാണിച്ച് കാണാം. ഓക്കെ, സൂര്യൻ അസ്തമിക്കാനായി. നല്ല രസമായിട്ട് ഹോട്ടലിൽ എടുക്കുന്ന തിരക്കിലാണ്. അപ്പോൾ മറ്റവർ കുറേ കൂടുതൽ അവിടെ ഉണ്ട് ആൾക്കാർ. പൈസ എടുത്തു കൊടുക്കണോ? അപ്പോൾ പിന്നെ ഇവരിങ്ങനെ ഒരു ഫോട്ടോ ഈ സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ ഒരു രീതിയിൽ ഫോട്ടോ എടുക്കുന്ന ഒരു ഇതാണ്. അതിൻ്റെ മേലെ അതിൻ്റെ മേലെ കയറിക്കാൻ തുള്ളുന്നുണ്ട്. അപ്പോൾ അപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാർ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് പിന്നെയും വിട വാങ്ങിയെന്ന്. അപ്പോൾ വിട വാങ്ങിയെന്ന്. അപ്പോൾ വണ്ടിയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയിന്ന് അവിടത്തേക്ക്. അപ്പോൾ ഇനിയിപ്പോൾ വല്ലാണ്ട് മലയില്ല സ്ഥലം, മല ഏരിയ ഫുള്ളായിട്ട്. ഇവിടെ ഫോട്ടോ എടുക്കാൻ തിരക്കില്ല അവരെല്ലാവരും. താഴെ നമുക്ക് വണ്ടിക്കൊന്ന് നടന്നു നോക്കാം. ഇത് മല ഫുള്ളായിട്ടുള്ളൊരു ഏരിയ ആണ്. ഇപ്പോൾ സമയം 6:30 കഴിഞ്ഞ് 7 മണിയോടെ എടുക്കുന്നത്. അപ്പോൾ ആൾക്കാരെല്ലാം അങ്ങോട്ടെല്ലാം പോയിന്ന്. അപ്പോൾ ഈ മുത്തെല്ലാം ഇതെല്ലാം ഈ സൈഡെല്ലാം ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഒരു വൃക്ഷങ്ങൾ പോലും ഇല്ലാത്തൊരു മലകളാണ് കൂടുതലായിട്ട് കാണുന്നത്. വണ്ടി കാര്യങ്ങൾ ആൾക്കാരെല്ലാം പോകുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ഇടവേളയാണ്, ഇവർ ചെറിയൊരു സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ നിർത്തിയിട്ടുള്ള ഒരു ഏരിയ ഞങ്ങൾ ഇങ്ങനെ കവർ ചെയ്യാൻ വിചാരിച്ച്. അപ്പം മെയിൻ റോഡാണ്. അപ്പോൾ ദിബയിലേക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യുന്നിപ്പോൾ. കുറച്ച് സ്ഥലം പോകാമല്ലോ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ 2 വണ്ടിയുണ്ട്. വണ്ടിയിലായിട്ട്
കയറിയിട്ട് പോകേണ്ട പരിപാടിയാണ്. അപ്പോൾ പോവാം നമുക്കല്ലേ? അപ്പോൾ ഓക്കെ എന്നാ അപ്പോൾ കയറി പൈസ ഓക്കെ ജിപ്പിയിൽ ഇവിടെ വായിൽ അങ്ങനെ ചെന്ന് വന്നുവിടാം. പിന്നെ ഇത് വാതിൽ തുറന്നുവിടാം. അപ്പോൾ ഈ വണ്ടി വരുന്ന സ്ഥലമായതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് യാത്ര ആരംഭിക്കുന്നത്. ഓക്കെ, ഇനി ദുബൈയിൽ വെച്ച് കാണാം. ഓക്കെ, ഏതോ ഒരു പ്ലാനറ്റിലെത്തി കണക്കില്ല ഇപ്പോൾ. ശരിക്കും പറഞ്ഞു ഈ ലൈറ്റും പൊളിയൊന്നുമില്ല, പ്ലാനറ്റിലെത്തി കണക്കില്ല. കുറച്ച് ഇങ്ങോട്ട് നല്ല വ്യൂ അങ്ങോട്ടാണ്. സോനാരേ സോനാരേ ഇതൊക്കെ പറയും മലപ്രദേശമാണ്. അപ്പോൾ ഫുള്ളായിട്ടൊരു മലപ്രദേശമാണെല്ലാം കാണും. ഇവിടെ നോക്കിയാലും മലകൾ, 4 ഭാഗത്തും മലകളായി പോയി കാണും. നല്ല അടിയിലൂടെ റോഡ്. അപ്പോൾ ഒരു രക്ഷയുമില്ല, വേറൊരു സംഭവമില്ല. പിന്നെ റോഡും പിന്നെ ലൈറ്റും ഇതന്നെ, വേറൊന്നും കാണാനൊന്നുമില്ല ഈ ഭാഗത്ത് എവിടെ. ദുബൈൻ്റെ വേറൊരു വ്യത്യസ്തമായ ഒരു സ്ഥലം യു എയിൻ്റെ ശരിക്കും. പക്ഷെ ഇവിടെ ഈ റോഡ് കൺസ്ട്രക്ഷൻ നടന്നത് വലിയ ഇത് അല്ലേ? ഈ മോളിലെല്ലാം ശരിക്കും വേലിയിട്ടിട്ടുണ്ടല്ലേ മേലല്ലേ? ശരിക്കും ഇപ്പാണ് സൈറ്റ്, ശരിക്കും ലൈറ്റിന്റെ ഇതല്ലേ? അമേസിങ് അമേസിങ് Amazing view. Wow. എങ്ങനെ സീനെല്ലാം കണ്ടെങ്ങനെ? ഇതോ ഡ്രൈവിംഗ് മാത്രമാക്കി നോക്കല്ല, മാഷാഅല്ലാ, ഗുഡ് ഗുഡ്. എല്ലാം ക്ലിയർ ആണല്ലേ? അടിപൊളി അല്ലേ? ദുബായിന്റെ ഒരു അടിപൊളി മരുഭൂമി. ദുബായിന്റെ ഒരു ബിൽഡിംഗ് കാണാൻ പറ്റും. വേറെ രൂപം ശരിക്കും പറഞ്ഞ മലകളായിട്ട് ചുറ്റപ്പെട്ടതാ. ഓടുണ്ടാക്കി പറ എന്തെങ്കിലും സംസാരിക്കും. ഇതോ പറയാനൊന്നുമില്ല. ഇപ്പോൾ നമ്മളിത് ട്രൈ ചെയ്ത് എത്താറായി. ഏകദേശം കുറച്ചേ ഉള്ളൂ. കുറച്ച് ലൈറ്റുകളോ സ്ഥലം ബിൽഡിംഗ് അതെ, പക്ഷെ ചുറ്റും മലകളാണ്. മലകളാണ്. നിങ്ങളിത് പിന്നെ നേരിട്ട് പിന്നെ ഒരു സ്ഥലത്ത് ചെറിയൊരു പള്ളിയും കാര്യങ്ങളും ഒരു മാർക്കറ്റിംഗ് എല്ലാം കാണാൻ ചെറിയ സ്ഥലം കാണാൻ. ദുബായിൽ വന്നവർ ഈ ഭാഗത്തേക്ക് വരണം, ഒരു പ്രാവശ്യം വരണം എന്തായാലും. അങ്ങനത്തെ ഒരു സ്ഥലമൊക്കെ കാണും. അപ്പോ എങ്ങനെ നോക്കിയാലും ഒരു വ്യത്യസ്തമായ രൂപം ദുബായിന്റെ. ടിപ്പന്റെ അടുത്ത് എത്തുന്നതിന് മുമ്പായിട്ട് ഈ ഒരു മല കാണാൻ ഭയങ്കര രസമാണ്. നമ്മൾ പോകുന്ന സ്ഥലത്ത് നിന്ന് കാണാൻ വേണ്ടി എന്നാ ശരിക്കും അടുത്തായിരിക്കും ചിലപ്പോൾ ദിബാർ റൂട്ടായിരിക്കും. കസർ റോഡല്ലേ? അപ്പൊ ഇവിടെ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്തിയപ്പോ പിന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ സ്ഥലത്തിന്റെ പേരുന്ന അൽക്കസർ റോഡ് അല്ലേ? അപ്പൊ അൽക്കസർ റോഡിലേക്ക് ഇപ്പൊ എത്തിയിട്ടില്ലേ? അപ്പൊ ഇനിയിപ്പോ ഇവിടുന്ന് കുറച്ച് അപ്പൊ പ്ലാൻ ചിലപ്പോ മാറ്റും. എവിടത്തേക്കാണ്? ദിബ തന്നെയല്ലേ? അപ്പൊ ദിബയിലേക്ക് പോകേണ്ട പരിപാടി തന്നെയാണ്. ഈ വഴി ചുറ്റും മലകളാണ്. അതിന്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു സിറ്റി വീടുകളിലായിട്ടുള്ള അപ്പൊ പ്രകൃതി രമണീയമായ തണുപ്പാണ്, ചൂടൊന്നും അനുഭവപ്പെടുന്നില്ല. അതാ ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബൈയിലുള്ള എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. കാരണം ഒരു പിന്നെ ഇപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഹോളിഡേ സമയം ഇപ്പോൾ ഇങ്ങനെ ലോങ് ഹോളിഡേ എല്ലാം കിട്ടുമ്പോൾ എന്തായാലും ഈ സ്ഥലം ഇങ്ങനെ കാണണം. കാരണം അല്ലെങ്കിൽ പിന്നെ നഷ്ടം തന്നെയാണ്, വമ്പൻ നഷ്ടം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എത്തിപ്പെട്ടത് വലിയൊരു കാര്യമായിരിക്കും, വണ്ടിയെല്ലാം പെട്ടെന്ന് വണ്ടി. അപ്പോൾ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടില്ലെന്ന് പറഞ്ഞാൽ ഫുജൈറയിൽ എത്തിയിട്ടില്ല. ഫുജൈറയിൽ ഒരു ഹോട്ടൽ, ഒരു റെസ്റ്റോറൻറ്റ് അടുത്ത് നമുക്ക് ചായ എല്ലാം കുടിക്കാൻ വേണ്ടിക്ക് ഇവിടെ ഇങ്ങനെ എത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ വണ്ടിയെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ചായ കുടിക്കാനുള്ള നമ്മൾ ആൾക്കാരെല്ലാം ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ചായ കുടിക്കേണ്ട പരിപാടിയാണ്. അപ്പോൾ ചായ കുടിക്കേണ്ട പരിപാടിയാണ്. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ട്രാവലിംഗ് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, അപ്പോൾ ചായയെല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചായ കുടിക്കണ്ട, ചായയും പിന്നെ ഷവർമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷവർമയും ചായയും കുടിക്കണം.
അപ്പോൾ എല്ലാവരും ഹോട്ടൽ ഇതാണ് ഈറ്റ് ഹോട്ട്. ഈറ്റ് ഹോട്ടൽ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്. ഇതൊന്ന് ചായ കുടിച്ചതിന് ശേഷം കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ട്രാവലിങ് വീണ്ടും തുടങ്ങിയെന്ന്. അപ്പോൾ കണ്ടിന്യൂസ് ചെയ്യുന്നു ട്രാവലിങ്. ഓക്കെ, അപ്പോൾ കയറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഇത് നോക്കുന്നുണ്ടോ? വയ്യൊന്നും മാറിയിട്ടേ ഇല്ല ഇപ്പോൾ. അപ്പോൾ വേറെ വയ്യില്ല. അപ്പോൾ നമ്മൾ പിന്നെ വാട്സപ്പിലൂടെ നമ്മളെ വേറെ സഹപ്രവർത്തകരല്ലേ ആദ്യം മുമ്പിൽ പോയത്, ആ വണ്ടി അവർ രണ്ട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വൈ മാറിയിട്ടില്ല. അപ്പം വാട്സപ്പിലൂടെ റൂട്ട് അയച്ചു തന്നിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ സമയം എത്രയായി? 8 മണിയാ? 8:20 അല്ലേ? 8:20 ഇനിയിപ്പോൾ എവിടെ എത്തേണ്ടി എത്തും പോലെ പറ്റും. ഏതാ എവിടെ എത്തുന്ന അതുപോലെ അല്ലേ? അതുപോലെ. അപ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ എത്തും അല്ലേ? നമ്മൾ പറഞ്ഞ ഉദ്ദേശിച്ചല്ല അല്ലേ? കുറച്ച് വൈമാറിപ്പോയിട്ട് നമുക്ക് കുറച്ച് കൺഫ്യൂഷനായി. അപ്പോൾ രണ്ടാമത് റൂട്ട് തന്നെ കണ്ടെത്തി. അപ്പോൾ ആ റൂട്ടിലാണ് നമുക്കില്ല. അപ്പോൾ നമ്മളെ മുന്നിൽ വന്ന വണ്ടി ഉണ്ടല്ലോ, ആ വണ്ടി കുറച്ച് മുമ്പോട്ട് പോയിട്ടില്ല. അപ്പോൾ അവരെന്താക്കിയെന്ന് പറഞ്ഞാൽ വാട്സപ്പിലൂടെ ഇവിടെ ഒരു ഈ സൈഡിലുള്ള നല്ല രസിക്കുന്ന സ്ഥലമാണ്. ഇപ്പം കാണാത്ത ദുബൈയിൽ വെച്ച് വെള്ളത്തിന്റെ ഒരു ഫൗണ്ടേഷൻ ആണ് ഫുള്ള് റൗണ്ട് അബൌട്ട് ഫുള്ള്. ഇത് വേറെ റൗണ്ട് പോട്ടെ. ലൊക്കേഷൻ നോക്കണം മോനെ. ഇട്ടുള്ളത് കണ്ടാ ഞാൻ പറഞ്ഞു നിങ്ങൾ നേരത്തെ ഓർമ്മണ്ടാ? അപ്പൊ അതാണ് നമുക്ക് ഭയങ്കരമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ കുർഫുഖാൻ ബീച്ചിൽ എത്തിയിട്ടില്ലേ? അപ്പോൾ ബീച്ചിൻ്റെ ഇറങ്ങിയത് ഇവിടുന്ന്. അപ്പോൾ ഇറങ്ങിയിട്ട് അപ്പോൾ ഇവിടെ എല്ലാം ഇതിൻ്റെ തൊട്ടടുത്താണ് ബീച്ച്, ഇതിൻ്റെ ഭാഗത്താണ് ബീച്ചില്ലേ. അപ്പോൾ ദിബൈ നമുക്ക് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ കുർഫുഖാൻ ബീച്ചിലേക്കാണ് ഇപ്പോൾ റോഡിൻ്റെ അപ്പുറ സൈഡിലാണ്, മറുപുറത്താന്ന് തോന്നുന്നു ബീച്ചുള്ളത്. അപ്പോൾ ഇതാകുമ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. എല്ലാവരും പിന്നെ നമ്മളെ വേറെ മറ്റേ പാർട്ട്ണർ ഏത് ഭാഗത്ത് എത്തിയെന്നറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ എങ്ങനെയാണ് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ ആൾക്കാർ മറ്റേ അവരെ കാത്തുകയെന്ന്. അപ്പോൾ അത് അങ്ങനെയാണ് കാര്യങ്ങൾ. അങ്ങനെ എത്തി, സ്ഥലങ്ങളെത്തി. രാത്രി ആയിട്ടാന്നില്ല, ഇപ്പം എത്ര സമയത്തായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മണിയായി. 10 മണീൻ്റെ സമയത്ത് നമ്മൾ ഇവിടെ എത്തിയത് കുർഫുഖാൻ ബീച്ചിൽ. അപ്പോൾ ഇവിടുത്തെ ഇതെല്ലാം എങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ലൈറ്റ് ഇല്ലാത്തൊരു ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ നമ്മളെ ആൾക്കാരെല്ലാം ഉണ്ട്. വിശാലമായ ബീച്ച് ഏരിയയാണ്. അപ്പോൾ കുറേ നടക്കാൻ പറ്റില്ല. എൻ്റെ അഭിപ്രായത്തിൽ കുറേ അറ്റത്തോളം ഉണ്ട്. പിന്നെ ഇതിൻ്റെ അപ്പുറം ഒരു ദ്വീപുണ്ട്. പക്ഷേ ആ ദ്വീപൊന്നും ഇരുട്ടത്ത് ഇപ്പോൾ കാണുന്നില്ല. ഇരുട്ടായതുകൊണ്ട്, രാത്രി ആയതുകൊണ്ട് ഇത് കാണുന്നില്ല. അപ്പോൾ ഇവിടെ എത്തിപ്പെടാൻ വല്ലാണ്ട് താമസിച്ചു. അപ്പോൾ റൂട്ട് തെറ്റിപ്പോയി. അപ്പോൾ റൂട്ട് തെറ്റിയ സമയത്ത് പിന്നെ ഒരു രക്ഷയും കാണുന്നില്ല. ഞാൻ ഒരു ബീച്ച് ഏരിയ ആണ്, ശരിക്കും കോർണിഷ് ഏരിയ കണക്കെ നടപ്പാതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണിപ്പോൾ ഇവിടുത്തെ സ്ഥിതിയിൽ. അപ്പോൾ എനിക്കൊന്നും ഒരു ഇരുട്ടത്തായിട്ട് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ രാത്രി 10 മണി കഴിഞ്ഞ് കറണ്ട്. അപ്പോൾ ഇപ്പോൾ ആൾക്കാർ ഇവിടുന്ന് കുളിക്കുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ ഇവിടെ ആ വെള്ളത്തിൽ കുളിക്കാൻ ചെയ്യുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ അതെല്ലാം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ, എന്നാലും ആൾക്കാരിലുണ്ട്, വല്ലാണ്ട് ആൾക്കാരെ കാണുന്നുണ്ട്. പിന്നെ ആയിരക്കണക്കിന് ആൾക്കാർ. പക്ഷേ ഈ പോലീസുകാർ ഇവിടെ എല്ലാം മൊത്തം ബ്ലോക്ക് ആക്കിയിട്ടില്ല. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ബ്ലോക്ക് ആക്കിയിട്ട് ഞങ്ങൾക്ക് വരാൻ പോലും കഴിയുന്നില്ല. അപ്പം
ഓരോ റൗണ്ട് പോട്ടും ബ്ലോക്ക് ആക്കുന്ന സമയത്ത് പിന്നെ അടുത്ത റൗണ്ട് പോട്ട് അന്വേഷിച്ചിട്ട് പോയി. അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ വീട് എത്തിപ്പെടുന്നത്. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മളൊക്കെ വന്നാളും നമ്മളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ എവിടെയും പോകാനും കഴിയുന്നില്ല, ബീച്ചിൽ പോയിട്ട് കുളിക്കാനും പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്നില്ല ഇതിൻ്റെ അകത്തല്ലേ. അപ്പോൾ എല്ലാവരും ഉണ്ട് ഇവിടെ തന്നെ, നമ്മളൊക്കെ വന്നവരും പിന്നെ നമ്മളെ വേറെ കാറിൽ വന്നവരിലായിട്ട് ഇവരിലൂടെ ഇരിക്കുന്നുണ്ട്. എന്താ ചെയ്യേണ്ടതെന്നില്ല ഇതിൻ്റെ അകത്തല്ലേ. അപ്പോൾ ഒരു പിടുത്തവും ഇല്ല. അപ്പോൾ എന്താണ് ചെയ്യുന്നത് നോക്കാം നമുക്ക് തൽക്കാലം എടുക്കട്ടെ. അപ്പൊ ഇനി എന്താ ചെയ്യുന്നത്? എന്താ പരിപാടി? പൈസ കിട്ടി നമുക്ക് പൈസ തന്നെ വരും. ആരും പറഞ്ഞേക്കാം പൈസ ഒന്നും കിട്ടാനായിട്ടില്ല. ഒരു പരിപാടി എന്താ വെച്ചാൽ 2 മാസം ചിക്കൻ വാങ്ങിച്ചിട്ട് കഴിക്കാൻ പോകും. പാട്ട് പാടും. ചിക്കൻ വാങ്ങിച്ചിട്ടാ ഇവിടെ കഴിഞ്ഞ സ്ഥലത്ത് പോയിട്ട് ഞങ്ങൾ ഇത്ര പേര് കുത്തിരിക്കുവാണോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നില്ല അല്ലേ? തിന്നിട്ട് പോകാതെ അതാ അതാ അല്ലടാ നമ്മില്ലേ പോകുന്ന വഴിയില്ലേ ചേട്ടില്ലേ പോകുന്ന വഴിക്ക് എത്തൂല. അല്ല ഈ ബീച്ചിൽ കുളിക്കാനൊക്കെ ഇല്ലല്ലേ? കുളിക്കല്ലേ? പക്ഷെ ഒരു ഇരുട്ട് കണക്കില്ല ഏരിയ അല്ലേ രാത്രി ആയിട്ട്? അത് തന്നെ നിങ്ങൾ നേരത്തെ ആടുന്നുണ്ടല്ലോ റൈറ്റ് അടിച്ചിട്ട് ആ ബ്രിഡ്ജിൽ ഇപ്പോൾ റഷ് ഉണ്ട് ഇത്ര ശരിക്കും കേട്ടോ. റഷ്യൻ്റെ ആൾക്ക് റഷ്യാണ്. അപ്പോൾ അവരിപ്പോൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ ചെയ്യേണ്ടത്. അപ്പോൾ ഇനിയിപ്പോൾ എന്താന്ന് പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പം എല്ലാം ലേറ്റായിപ്പോയി, എല്ലാം മൊത്തത്തിൽ ലേറ്റായിപ്പോയി. അപ്പോൾ ഇനിയിപ്പോൾ അവരെന്താന്ന് പറയുമ്പോൾ നമുക്ക് തീരുമാനിക്കേണ്ട പരിപാടിയാണ്. അപ്പോൾ ഇന്നെല്ലാം എനിക്കൊന്ന് എല്ലാം ഫ്ലോപ്പായിപ്പോയി, എല്ലാം നമ്മളെ പ്ലാനെല്ലാം തെറ്റിപ്പോയി. അപ്പം ശരിക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതി. ശരിക്കും പറഞ്ഞാൽ വല്ലാത്ത ക്ലൈമറ്റ് ഭയങ്കര ചൂട് ക്ലൈമറ്റ്, ഹ്യൂമിഡിറ്റി ഭയങ്കര. ഒന്നും ഒരു രക്ഷയില്ലാത്തൊരു ഇതിൻ്റെ അകത്ത് എത്തിയിട്ടില്ല ഇപ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പ്ലാൻ ഇവരെന്താ തീരുമാനിക്കട്ടെ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. നോക്കട്ടെ ഇനിയിപ്പോൾ എന്താണെന്ന് എനിക്കൊരു ഇതാൻ പറ്റും, നോക്കാം, നമുക്ക് പറയാം. കിഡ്സുകൾക്കെല്ലാം നല്ല എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ഒരു നന്നായിട്ട് കുട്ടികളെല്ലാം വരുന്നുണ്ട്, ഫാമിലി. അപ്പോൾ നമ്മളെ ഇതുകൊണ്ട് എൻ്റെ അടുത്ത് തന്നെ എല്ലാത്തിനും തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മളെ റൂംമേറ്റാണ്, പിന്നെ നമ്മളൊരു സുഹൃത്തും കൂടിയാണ്. അപ്പോൾ ഇവനാണ് എല്ലാത്തിനും എനിക്ക് സപ്പോർട്ട് തരുന്നത്, എല്ലാ സ്ഥലങ്ങളും കാണിച്ചു തരുന്നത്, നമ്മൾ വണ്ടിയെല്ലാം എടുത്ത് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളാക്കി തരുന്നത് ഇതുമാണ്. അപ്പോൾ ഇവനെൻ്റെ ഒക്കെ അധികം എല്ലാം ഇതിൻ്റെ അകത്തുണ്ടാവും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ശരിക്കും ഇവനാന്ന് തന്നെ ഇതിൻ്റെ അകത്തേക്കൊരു മൂവ് തന്നത്, ഒരു സപ്പോർട്ട് തന്നത് ഇവനാണ്. അപ്പോൾ ആദ്യത്തെ വീഡിയോ നമ്മളെ അൽസിഫാന്നല്ലേ, അപ്പോൾ അൽസിഫിലേക്ക് കൊണ്ടുപോയത് ഇവനാണ്. അങ്ങനെ വീഡിയോ എടുക്കാനും എനിക്കൊരു പ്രചോദനം കിട്ടിയത് ഇവൻ തന്നെയാണ്. നെക്സ്റ്റ് ടൈം ഞങ്ങൾ നെക്സ്റ്റ് ഇത് അതുപോലെ തന്നെ നാളെ ഒരു പരിപാടിയുണ്ട്. ഇൻഷാല്ലാ അത് നല്ലൊരു പരിപാടിയായിരിക്കും, എല്ലാവരും കാണണം. നാളെ നല്ലൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട് ആഫ്റ്റർനൂണിന് ശേഷം. ഓക്കെ ഇൻഷാല്ലാ അത് നല്ലൊരു വീഡിയോ ആയിരിക്കും. ഓക്കെ എല്ലാവർക്കും എല്ലാവരും അഭിപ്രായം പറയാതെ. ഓക്കെ അപ്പം ബീച്ചിൽ നിന്ന് നമ്മ വിട്ട് ഇനിയിപ്പോൾ അടുത്ത അടുത്തടുത്തേക്കാവുന്ന എവിടെ പോകുന്നുണ്ടോ? ഹിൽസിലേക്ക് പോകുന്നത്. അപ്പോൾ ഹിൽസിൽ പോയിട്ട് അവിടുന്ന് കുറച്ച് വീഡിയോ എല്ലാം എടുത്തതിന് ശേഷം
പിന്നെ നമുക്ക് അവിടുന്ന് ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് പിന്നെ തിരിച്ചിട്ട് നാട്ടിലേക്ക് പോകേണ്ട പരിപാടിയാണ്, റൂമിലേക്ക് പോകേണ്ട പരിപാടിയാണ്. അപ്പോൾ ഇപ്പോൾ ഈ കുർഫുഖാൻ ഇപ്പോൾ ഈ നൈറ്റിൽ ഇത് വിഷനായിട്ട് കാണാൻ പറ്റൂ. വേറെ നമുക്ക് രണ്ടാമത് ആ ഹിൽസിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ കുർഫുഖാൻ വിട്ട് അപ്പം വണ്ടിയിലില്ല ഇപ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ ഇവർ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഹിൽസിലേക്ക് പോകേണ്ട പരിപാടിയാണ്. ഒരു വ്യൂ പോയിന്റിലൊരു ഹിൽസ് ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഒരു ഭക്ഷണമെല്ലാം വാങ്ങിച്ച് അതിൻ്റെ മേലെ നിന്ന് കഴിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അപ്പോൾ ബീച്ച് ഏതായാലും കഴിഞ്ഞ് അപ്പോൾ ഇനി അവിടത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവരിപ്പോൾ ഇനി റൂട്ട് തെറ്റിക്കാണ്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്തും ക്ലിയർ ആയിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ കണക്ക്. ആ റോഡെല്ലാം ബ്ലോക്ക് ആകുന്നില്ലേ, അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം. ഓക്കെ 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 ഓക്കെ. അപ്പോൾ എനിക്കൊരു നല്ല പ്രചോദനം കിട്ടുന്ന നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, അതന്നെ വലിയൊരു കാര്യം. ഓക്കെ, ഈ ബീച്ചിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു വെള്ളച്ചാട്ടം ഇവിടെ കൃത്രിമമായിട്ട് ഇവർ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാനിങ്ങനെ വാഹനത്തിൽ ഇങ്ങനെ ഞങ്ങളെ കാറിലൂടെ പോകുന്ന സമയത്ത് ബൈക്കിന് കണ്ടിട്ട് ഇങ്ങനെ ഇവിടെ നിർത്തിയിട്ട് ഇങ്ങനെ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊന്ന് കാണാം. ആൾക്കാരെല്ലാം അതിൻ്റെ താഴെയുണ്ട്, ആൾക്കാരെല്ലാം പോകുന്ന സ്ഥലം. നല്ല രസികം ചാട്ടം, വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ പേര് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയാണ്, പക്ഷെ നന്നായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, വളരെ രസമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരു രസം തന്നെയാണ് കാണേണ്ട കാഴ്ച തന്നെ. ഈ റോഡിലാണ്. അപ്പോൾ പോലീസുകാർ അവിടുന്ന് എല്ലാവരെയും ആൾക്കാരെല്ലാം അങ്ങ് മൂവ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ജനങ്ങൾ. ഫോട്ടോ എടുത്ത് വേറൊന്നും വേണ്ട കേട്ടാ, അങ്ങേരത്തിനെ കൊണ്ടുപോയി നല്ലൊരു ഇതായിട്ടാ ചാട്ടം. ശരിക്കും ഇവർ കൃത്രിമമായിട്ട് ആർട്ടിഫിഷ്യലാണ് ഇത് ശരിക്കും. വണ്ടി ഒരു ഇത് മലൻ്റെ മുകളിൽ നിന്ന് പൈപ്പിലും പിന്നെ അവിടെ ഒരു ഫ്ലോട്ട് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഏറ്റവും വലിയ ടവറിൽ ഈ കുർഫുഖാൻ്റെ ഏറ്റവും വലിയ ടവറിൻ്റെ മുകളിലാണ്. ടവർ എന്ന് പറഞ്ഞാൽ ഒരു ഹിൽസിൻ്റെ മേലെ ഇല്ലേ. അപ്പോൾ എന്താ പേരെന്നാ അതിൻ്റെ ഹിൽസിൻ്റെ പേരെന്നാ? അൽറാബി ടവേഴ്സ് എന്നുള്ള ഹിൽസിൻ്റെ മേലെ ഇല്ലേ. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കേണ്ട പരിപാടിയാണ്. അപ്പോൾ കുർഫുഖാൻ താഴെയെല്ലാം ബീച്ചിലെല്ലാം പോയിട്ട് വന്ന് അപ്പോൾ ഇനിയിപ്പോൾ പിന്നെ ഇവിടുന്ന് ഭക്ഷണം കഴിക്കേണ്ട പരിപാടിയാണ്. അപ്പോൾ ഞങ്ങൾ സെറ്റും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ഭക്ഷണത്തിൻ്റെ എല്ലാം ആൾക്കാരിലുണ്ട്. ഇതൊരു വല്ലാത്തൊരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹിൽസിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ ഫുജൈറ മൊത്തം കാണാൻ പറ്റും. പിന്നെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിൻ്റെ ഒരു ഭാഗവും, പിന്നെ ഇവിടെ തന്നെ ഈ കുർഫുഖാൻ്റെ പോർട്ട് കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. പിന്നെ ഇതാ മൊത്തത്തിൽ കാണാൻ പറ്റുന്നൊരു സംഭവമാണ് ഇതാ. പിന്നെ ഹിൽസിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ എന്തെല്ലാമാണ് ഇതിൻ്റെ ഇത് ഒരു കല്ലിൽ കൊത്തിയിട്ട് ഒരു മാർബിളിൻ്റെ കഷ്ണത്തിൽ കൊത്തിയ ഒരു ആരോ മാർക്കെല്ലാം കൊടുത്തിട്ട് ഇന്ന സ്ഥലത്ത് പോകുന്നതാണ് ഇത് ഈ സ്ഥലം. ഇപ്പോൾ ഇവിടെ കാണുന്ന നോക്ക്, അൽ അദ്വാനി ടവർ, പിന്നെ റെസിഡൻസ് മൗണ്ടൈൻ മൊണുമെൻറ്റ്, പിന്നെ മിസ് സ്ക്വയർ, പിന്നെ എന്താണ് മിക്സാർ വില്ലേജ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇവിടെ തന്നെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും പോകുന്ന കാര്യത്തിൽ. പിന്നെ ഇവിടെ അതൊരു കല്ല് കാണുന്നത് കുർഫുഖാൻ ഏറ്റവും ടോപ്പിൽ ഫ്ലാഗ് സ്ക്വയർ, പിന്നെ ഹിൻസ് കുർഫുഖാൻ അങ്ങനെയുള്ളതായിട്ട് കുറേ ഇതെല്ലാം ഉണ്ട് ഇവിടെ തന്നെ. പിന്നെ ഫുഡിൻ്റെ കാര്യം ഇതാ, ഫുഡ് നമ്മളെല്ലാം റെഡിയാക്കി ഏറ്റവും ടോപ്പ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അങ്ങനെ ലൈറ്റ് അങ്ങോട്ട് അടിച്ചാൽ കുറച്ച് ലൈറ്റ് കുറവാണ്, കാരണം സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇപ്പോൾ എത്ര മണിക്ക് എത്തിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമയം 2 മണിക്കാണ് ഈ ഹിൽസിലെത്തിയത്. അപ്പോൾ ഫുൾ കറങ്ങിയിട്ട് അവിടെ എല്ലാം കറങ്ങി കുർഫുഖാനെല്ലാം ഫുൾ ബീച്ചെല്ലാം പോയി മൊത്തത്തിൽ പോയിട്ട് അവിടെ നിന്ന് കറങ്ങിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇപ്പോൾ പാട്ടും സെറ്റിംഗ് എല്ലാം വെച്ചിട്ട് സെറ്റെല്ലാം ഉണ്ട്, പിന്നെ മൈക്കെല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊന്നും ഇപ്പോൾ തൽക്കാലം വെച്ചിട്ടില്ല. ഇപ്പോൾ ചെറിയ ഇത് കഴിഞ്ഞിട്ട് ചെറിയ ഇവിടുന്നൊരു മൈക്കത്തിലൂടെ ഒരു സംസാരിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പാട്ടെല്ലാം പാടിയിട്ട് ഇനി ഇവിടുന്ന് നിർത്തേണ്ട പരിപാടിയാണ്. ഓക്കെ, ഹിൽസ് ഉണ്ടാ ഏറ്റവും ടോപ്പ് ഹിൽസാണ് ശരിക്കും, മാക്സിമം എത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ ഇവിടെ വരണ്ട തന്നെ കേട്ടാ, ശരിക്കും ഫാമിലി ടൂറ് അത് ഇതല്ലായിട്ട് ഒക്കെ വല്ലാത്തൊരു അഡ്വാൻറ്റേജ്
അഡ്വഞ്ചറും കൂടിയാണ് ശരിക്കുള്ളൊരു ഹിൽസിൻ്റെ ശരിയായ ഒരു ഏറ്റവും ടോപ്പ്. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ കാണാൻ പറ്റും. ഒരു ടവറിന്നില്ല ഒരു ഇതാ കൊടുത്തത് ഇവരോട്. ഫുഡ് ഹോട്ടലിൽ നിന്ന് ഫുഡെല്ലാം വാങ്ങിച്ച് ഇവിടെയാണ് അറേഞ്ച് ചെയ്തത്. എടാ കുറച്ച് ഇരുന്നാ നിങ്ങളെ മുഖം കണ്ട്. അപ്പൊ നമ്മള് സുഹൃത്തുക്കളെല്ലാം ഉണ്ട് കേട്ടോ, റൂംമേറ്റും എല്ലാവരും വന്നിട്ട് ഞങ്ങളുടെ ഒരു താവളടിക്കേണ്ട പരിപാടിയാണ്. അപ്പൊ ഇനിയിപ്പോ റൂമിലെത്തല്ല എൻ്റെ അഭിപ്രായത്തിൽ ഒരു നേരം വിളിക്കുമ്പോൾ എത്തും, ഒരു രാവിലെ സമയത്ത് എത്തും. അപ്പൊ ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് സമയം ഇവിടെ തന്നെ ചെലവഴിച്ചിട്ട് കാര്യങ്ങൾ അങ്ങനെ ഇതാക്കും. ഫുഡ് കാര്യങ്ങൾ ഇതെല്ലാവരും ഇരിക്കുന്നുണ്ട്. ഈ ലൈറ്റുകൾ മുഖത്തടിച്ചൊന്ന് കാണിട്ട്, എല്ലാവരും കാണിട്ടൊന്ന് മുഖം ഒന്ന് കാണിട്ട്. കുറച്ച് ബാക്കോട്ട് അടി, ലൈറ്റ് ബാക്കോട്ട് വെക്ക്. ഇങ്ങോട്ടുണ്ട് ഇങ്ങോട്ടുണ്ടോ? ചൂട് കാരണമാണ് എല്ലാവരും ഉണ്ട് കേട്ടാ. ഓക്കെ ഓക്കെ. ഇവിടെ ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഏറ്റവും ടോപ്പ് ഹിൽസ് ആണ്, ഏറ്റവും ടോപ്പ് ഹിൽസ്. ശരിക്കും സ്റ്റേഡിയം എല്ലാം കാണാൻ പറ്റും. ഫുജൈറന്റെ ഒരു വിധ സ്ഥലങ്ങൾ മൊത്തം പോർട്ടടക്കം. പിന്നെ ദുബായിന്റെ ചെറിയ ഉള്ള ഏരിയ ആണ്, പക്ഷെ അത് കാണാൻ പറ്റില്ല. എന്നാലും ആ ദുബായിന്റെ ഇതുവരെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റും. അത്രയും ഹൈറ്റിലാണ് നമ്മളില്ലേ അവിടെ വെച്ചിട്ട് അങ്ങ് ഭക്ഷണം കഴിക്കുന്നത്. ഇപ്പൊ 2 മണി 2:30 സമയം കഴിഞ്ഞ്. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കേണ്ട തിരക്കിലാണ്. അപ്പോൾ ലൈറ്റ് കാണിക്കട്ടെ. ഓക്കെ, ഞങ്ങൾ ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ ഇരുന്ന് കുറച്ച് സമയമെല്ലാം കളഞ്ഞ് എന്നിട്ടാകുമ്പോൾ ഒന്ന് നമ്മ ടോപ്പിലേക്ക് പോകും. അല്ല, ഇനിയിപ്പോൾ പിന്നെ താഴേക്ക് വരും. എന്നിട്ട് പിന്നെ പോകേണ്ട പരിപാടി. അപ്പോൾ എല്ലാം കൂടി എത്തുമ്പോഴേക്കേ സമയമാവും. അപ്പോൾ ഇവിടെ തന്നെ ഒരു മണിക്കൂർ 2 മണിക്കൂർ ഇവിടെ തന്നെ ചിലവാക്കേണ്ട പരിപാടി. അപ്പോൾ അത് അവിടെ വെച്ചെന്നാൽ പിടിക്കണ്ടേ? ലൈറ്റ് കാര്യങ്ങൾ. എടാ നിന്നൊന്ന് ലൈറ്റ് അടിച്ചാൽ ഇന്നൊന്ന് കാണിട്ട്, ഇന്നെ മാത്രം കാണത്തില്ല. അവനൊന്ന് ലൈറ്റ് അടി. ഓക്കെ ഓക്കെ, കഴിച്ചാൽ തുടങ്ങിക്കോ. ഇപ്പോൾ ഇവിടെ ഇരിക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന തുടങ്ങേണ്ട പരിപാടിയാണ്. ഓക്കെ, ആയി വാ. ഇവിടെ കുത്തി വെക്കണം ഇങ്ങനെ. ലൈറ്റ് അടി ഇരുട്ട് ആടെ കുത്തിയിട്ട് ഇങ്ങോട്ട്. ശരിക്കും ഒരു എൻജോയ്മെന്റ് ആണ്. ഇവിടെ കയറിയിട്ട് ഇങ്ങനെ ഒരു ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഇത് കിട്ടുന്നത് ശരിക്കും ഒരു നല്ലൊരു സുഖം തന്നെ. ശരിക്കൊരു റൂംമേറ്റ് എല്ലാം കൂടിയിട്ട് വരേണ്ട ഒരു കാര്യം സംഭവം. കറക്റ്റ് എന്ന് പറഞ്ഞാൽ റൂമിലെ ആൾക്കാരെല്ലാം കൂടി 2-3 ആൾക്കാരെല്ലാം കൂടിയിട്ട് ഒരു വണ്ടിയെല്ലാം ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതൊരു എൻജോയ്മെന്റ് ഏരിയ തന്നെ ശരിക്കും പറഞ്ഞു. ഇതോ കവറേ ശരിക്കും ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷെ സാധാരണ തിരിച്ചു പോകേണ്ട പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ഥലം കാണാത്തതുകൊണ്ട് കണ്ടെത്തി, അതുകൊണ്ട് സമാധാനമായി. അപ്പോൾ ഇത് ശരിക്കും നമുക്കൊരു പൂർണ്ണത കിട്ടി. ഇത് എത്തേണ്ട സ്ഥലമാണ് ശരിക്കും.
दिल से दिल के बार का जिंदा है हम से नाम प्यार का रिश्ता दिल से दिल के एतबार का जिंदा है हम से नाम प्यार का के मर के भी किसी को याद आएंगे किसी के आस मुस्कुराएंगे कहेगा फूल हर कली से बार बार जीना इसी का നല്ല പാട്ടാ ശരിക്കും ഇരുന്ന് കേൾക്കേണ്ട പാട്ടുണ്ട് ഇത് किसी की मुस्कुराहट കിട്ടി किसी का दर्द मिल सके तो ले उठा किसी के वास्ते हो तेरे दिल में प्यार അപ്പം ഭക്ഷണത്തിന്റെ ലാസ്റ്റ് പോയിന്റ് ആണ്. അപ്പോൾ തീർത്ത് ഒരുവിധം തീർത്ത്. അപ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഭയങ്കര രസമാണ്. കാരണം നല്ല അത്യാവശ്യം കാറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ എല്ലാവരും കൂടി ആകുമ്പോൾ നല്ലൊരു രസമുണ്ട്. അപ്പോൾ കഴിച്ച് അടിപൊളിയായിട്ട് കഴിച്ച് പൊള്ളിയായിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഏത് ഹോട്ടലിൽ ഇരുന്നാലും ഈ രസം കിട്ടൂല. പക്ഷെ നല്ല തണുപ്പാണ് തണുപ്പും നല്ല കാറ്റും വന്നിട്ട് ചൂട് സമയത്ത് വന്നാലും ഞങ്ങൾക്ക് ഒന്ന് ആ ഒരു ഇത് കിട്ടും എന്തായാലും. തണുപ്പ് തണുപ്പ് കിട്ടും. അങ്ങനത്തെ ഒരു ഹിൽ ഏരിയ ഏറ്റവും ടോപ്പ് ഏരിയ ആണ്. കൊതുണ്ടെന്ന് ചിലപ്പോൾ തോന്നി ഇവൻ പറഞ്ഞ ഇത് പറഞ്ഞ കൊതുണ്ടെന്ന്. ആ പക്ഷേ ഓക്കെയാണ്. ഒരു എന്തായാലും ഒരു പ്ലസ് പോയിന്റ് ഉണ്ട് എന്തായാലും നോക്കിയാൽ. പ്ലസ് ഇല്ല മൈനസ് ആയിട്ട് ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് ആരും സൂയിസൈഡ് ഒന്നും ചെയ്തേക്കല്ല. വലിയൊരു സംഭവമാണ് അങ്ങനെയും ചെയ്തേക്കല്ല. അപ്പോൾ അതൊരു ഇതാണ്. അപ്പോൾ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ അതാ ഇന്നുണ്ടല്ലോ ഇത് വെള്ളം കുടിക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഇരുട്ട് ഭയങ്കര ഇരുട്ട്. ഈ വെള്ളം ചെറിയ ലൈറ്റിലിൻ്റെ ഉണ്ട്. അത് പറഞ്ഞാൽ ലൈറ്റ് ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ട് പിന്നെ ഈ ശരിക്കുള്ള സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. പക്ഷേ അത് എനിക്ക് തോന്നുന്നു എത്ര മണി എപ്പോഴാണെന്ന് ഇത് ഓഫാക്കിയെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് ശരിക്കും ഒരു 2:30 കഴിഞ്ഞ് 3 മണിയോടെ എടുക്കുന്ന സമയമാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഏറ്റവും ടോപ്പിലുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ അപ്പോൾ ഇതെല്ലാം പ്രിപ്പയർ ചെയ്യുന്നു. എല്ലാം ചെയ്ത് എല്ലാം ഭക്ഷണം കഴിച്ചപ്പോൾ ഇതെല്ലാം മടക്കിയിട്ടൊന്നും വെക്കണ്ട. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ തിന്ന സാധനമല്ല. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. കാരണം ഇത് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു രസമല്ല. അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്യണ്ട. അപ്പോൾ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. വെള്ളം എല്ലാം ഉണ്ട്. എല്ലാം വെള്ളം കുടിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാ വീഡിയോയും കണക്ക് തന്നെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഗുഡ് ബൈ.